വൈദ്യജിന്നാണ്, നമുക്കൊന്ന് പറക്കാം. അതെ, ഭഗത്ത് പറഞ്ഞ പോലെ വൈദ്യജിന്നാണ്, നമുക്കൊന്ന് പറക്കാം. യെസ്, ഇന്ത്യാസ് പാരാഗ്ലൈഡിംഗ് ക്യാപിറ്റൽ ബീർ ബില്ലിംഗ്. ഇത് ബീറാണ്, നമുക്ക് ചാടേണ്ടത് ബില്ലിങ്ങിൽ നിന്നാണ്. അതാണ് ബീർ ബില്ലിംഗ്. ആ മോളിൽ കാണുന്നിടന്ന് പറന്ന് വരണം. ലാൻഡിങ് സൈറ്റിലാണ് നമ്മളിപ്പോൾ. രാവിലെ ഒന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങുവാണ്. ബീറിന്നൊരു 20 കിലോമീറ്റർ ഉണ്ട് ബില്ലിങ്ങിലേക്ക്. ഒരു 4x4 നമുക്ക് താഴത്തുനിന്ന് നേരെ കാട്ടിലൂടെ പോയി ബില്ലിങ്ങിൽ അവിടുന്ന് ചാടാം. ഇതാണ് ടേക്ക് ഓഫ് സൈറ്റ്. ഇതാ ഈ മൊമെന്റ് ഉണ്ടല്ലോ, ഞാൻ കാണിക്കാൻ പോകുന്നൊരു സെക്കൻഡ്സ് മൊമെന്റ്. അതാണ് നമുക്ക് ഏറ്റവും എക്സൈറ്റിംഗ് മൊമെന്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ എൻജോയ്മെന്റ്. ആഹാ, ടേക്ക് ഓഫ് ഈസ് പെർഫെക്റ്റ്. ഇനി ലാൻഡിങ്ങിലാണ് കളി. ഇനി കാര്യത്തിലേക്ക് കടക്കാം. വൈ ഐ സെലക്ട് ബീർ ബില്ലിംഗ്? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ വൃത്തിക്ക് ചെയ്യണം തോന്നുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് സ്ഥലത്ത് പോയി ചെയ്യണ്ടേ. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ദ പാരാഗ്ലൈഡിംഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അതായത് ഉത്തമ, ഇവിടെയാണ് ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ പോയി പറക്കണം വാശി പിടിച്ചത്. അതായത് നമ്മുടെ ക്രിക്കറ്റിലെ ലോർഡ്സ്, ഈഡൻ ഗാർഡൻസ്, MCG ഒക്കെ പോലെ തന്നെയാണ് പാരാഗ്ലൈഡിംഗിൽ ബീർ ബില്ലിംഗ്. എൻ്റെ നേരെ ബാക്കിൽ കാണുന്നതാണ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്ത സൈറ്റ്, അതായത് ബില്ലിംഗ്. ബില്ലിംഗ് നിന്ന് ബീറിലേക്കാണ് നമ്മൾ പറക്കുന്നത്. ഏകദേശം 20 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ ആദ്യം കണ്ട ഒരു ജീപ്പിലോ ഒരു 4x4 ട്രാവൽ ചെയ്ത് മുകളിലെത്തണം ആദ്യം. അതായത് ബീറിൽ നിന്ന് നമ്മൾ ബില്ലിങ്ങിലേക്ക് ബൈ റോഡ് ട്രാവൽ ചെയ്യണം. ഫോറസ്റ്റുകളിൽ കൂടിയാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ബില്ലിങ് സ്ഥിതി ചെയ്യുന്നത് ഒരു 2400-2500 മീറ്റർ ഹൈറ്റിലാണ് സീ ലെവൽ. ബീർ ആണെങ്കിൽ ഒരു 1500 മീറ്റർ ഹൈറ്റിലാണ്. അപ്പം നമ്മൾ ആ ഹൈറ്റാണ് നമ്മൾ ഈ ഫ്ലൈറ്റിൽ കൂടെ കവർ ചെയ്തത്. അത് താഴെ കാണുന്നതാണ് ബീർ. അവിടുന്ന് നമുക്ക് ഫ്ലൈ ചെയ്യാനാണെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ്, 25 മിനിറ്റ്സ് ഒക്കെ അവർ തരും നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടുത്തെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. സപ്പോസ് നമ്മൾ മണാലി, കുളു അല്ലെങ്കിൽ ഈവൻ വാഗമൺ ഒക്കെ പോയിട്ട് ഫ്ലൈ ചെയ്യുമ്പോൾ അധികം ടൈം ഉണ്ടാവില്ല. ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് കിട്ടുള്ളൂ. പോരാത്തതിന് അത്യാവശ്യം നല്ല റേറ്റും മേടിക്കുക അവർ. അതായത് ഒരു 4000, 5000, 6000 റേഞ്ചിലൊക്കെ റേറ്റ് വരും. ഇവിടെ പ്രൊഫഷണൽസ് ആണ് അധികവും. ട്രെയിനിങ്ങും ഉണ്ട് ഇവിടെ പാരാഗ്ലൈഡിങ്ങിൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു ലൈസൻസ്ഡ് കമ്പനി കണ്ടുപിടിക്കുക, അവരുമായിട്ട് നമ്മൾ ഡീൽ ഒപ്പിടുക. ഞങ്ങൾ ഒരു 1750 രൂപ എങ്ങാനാണ് അന്ന് ഈ ഫ്ലൈ കൊടുത്തത്. അതൊരു 20 മിനിറ്റ് ഞങ്ങൾ അവർ ഫ്ലൈ ചെയ്തു. പോരാത്തതിന് ഭയങ്കര വ്യൂ ആണ് ഇവിടുന്ന്. ഈ ഒരു ഗ്യാപ്പിലെ വിൻഡും എല്ലാം ഭയങ്കര അനുകൂലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഇന്റർനാഷണൽ വേൾഡ് കപ്പ് ഐറ്റംസ് ഒക്കെ നടക്കുന്നത്. 2015 പാരാഗ്ലൈഡിംഗ് വേൾഡ് കപ്പ് നടന്ന സ്ഥലമാണ് ബീർ ബില്ലിംഗ്.
ഇടയ്ക്ക് അണ്ണന്മാർ കുറച്ച് സ്റ്റണ്ടൊക്കെ കാണിക്കും വേറെ കൂടെ. ഇച്ചിരി റിസ്ക് ആണ്, പക്ഷേ ഇല്ല, ഇവരൊക്കെ ഭയങ്കര ട്രെയിൻഡ് ആണ്, ലൈസൻസ്ഡ് പൈലറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ സേഫ്റ്റി പ്രോബ്ലംസിൻ്റെ ഒരു പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഫ്ലൈ ചെയ്യാൻ എപ്പോഴാണ് പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൺസൂണിന് മുന്നേയും മൺസൂണിന് ശേഷമുള്ള ആ ഒരു വിൻഡോ, അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അതുപോലെ തന്നെ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഈ ടൈമിലാണ് അവിടെ ഫ്ലൈയിങ് ഏറ്റവും അനുകൂലമായിട്ടുണ്ടാവുക. കാരണം മൺസൂൺ മഴക്കാലത്ത് പോകണ അത്ര നല്ലതല്ല, വിൻഡൊക്കെ ലേശം പ്രശ്നമായിരിക്കും. അവർ ഫ്ലൈ ചെയ്യൂല. അവർ രാവിലെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൻഡും അതുപോലെ ബാക്കി കാലാവസ്ഥ ഘടകങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ അവർ ഈ പണിക്ക് മെനക്കെടുള്ളൂ, ലൈസൻസ്ഡ് കമ്പനീസ് ആണെങ്കിൽ. അല്ലാതെ അംഗം കാണിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ നമ്മൾ പോയി ചാടരുത് ഒരിക്കലും. അതുകൊണ്ട് തന്നെ പോകുന്നവർ മൺസൂണൊക്കെ തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുന്നേ പോവുക, അല്ലെങ്കിൽ മൺസൂണൊക്കെ കഴിഞ്ഞ് ശാന്തമായതിനു ശേഷമുള്ള ഒരു ടൈമിൽ പോവുക. എന്തായാലും രണ്ട് ടൈമിലാണെങ്കിലും വ്യൂ നല്ല കിടിലനാണ്. ലെവഡാണ് നമ്മുടെ ലാൻഡിങ് സൈറ്റ്. നോക്കാം. പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ അവരൊരു പേപ്പർ തരും നമുക്ക്, അതിൻ്റെ അകത്ത് ഒപ്പിട്ട് കൊടുക്കണം. അതായത് കൺസേൺ ഫോമാണ്. ഇതിൽ എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു കൺസേൺ ഫോം. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഇങ്ങനെ പറക്കണമെങ്കിൽ കുറച്ച് റിസ്ക് ഉണ്ടാവും. അതിപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോഴും ഒരു റിസ്ക് എടുത്തിട്ടല്ലേ പോകുന്നത്. അതുപോലെ കണ്ടാൽ മതി. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈസൻസ്ഡ് കമ്പനി ആയിരിക്കണം, നല്ല പൈലറ്റ് ആയിരിക്കണം. അണ്ണൻ ലാൻഡിങ്ങിനുള്ള പരിപാടികളൊക്കെ നോക്കി സെറ്റാക്കുന്നുണ്ട്. യെസ്, ലാൻഡിങ്ങും അങ്ങോട്ട് ഭംഗിയായി. ഇതാണ് നമ്മുടെ പൈലറ്റ്. എങ്ങനെ എത്താം ബീർബില്ലി? ഡൽഹിയിൽ നിന്ന് ബസ് ഉണ്ട്. ബീർ അല്ലെങ്കിൽ ബൈജ്നാഥ് ടെമ്പിളിലേക്കുള്ള വോളോ ബസ് കയറുക. രാത്രി കയറിയാൽ മതി, രാവിലെ ആകുമ്പോൾ അവിടെ എത്തും. എന്നിട്ട് ബീർ റോഡിൽ ഇറങ്ങണം. അവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ ഓട്ടോ അല്ലെ ടാക്സിക്ക് പോയാൽ നമുക്ക് ബീറിലെത്താം. അപ്പൊ എങ്ങനെയാ, പുറപ്പെടുകയല്ലേ? വായോ. ടാറ്റ, ബൈ ബൈ, ഫോർ റിവേ.